ചെയ്യാം. So today we are starting with module 3 classification. It is chapter 8 in your textbook. Now classification നേരത്തെ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഐ ഗേവ് യു ദ എക്സാമ്പിൾ ഓഫ് നമുക്ക് ഒരു ക്ലാസ്സിൻ്റെ മാർക്കുണ്ട്, മാർക്ക് കയ്യിലുണ്ട്, ആൻഡ് ദർ ഇസ് എ ക്ലാസ് സെയിം പാസ് ഓർ ഫെയിൽ. പാസും ഫെയിലും ക്ലാസ്സസ് ആണ്. ക്ലാസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്കിൽ നിന്നും ഒരു ക്ലാസിഫയറിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് ആ ക്ലാസിഫയറിന് വേറെ ഏത് പുതിയ സെറ്റ് ഓഫ് മാർക്ക് കിട്ടിയാലും പാസ്സാണോ ഫെയിലാണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിൽ ഒരു ക്ലാസിഫയറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, മോഡൽ ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഡേറ്റ അനാലിസിസ് ദാറ്റ് എക്സ്ട്രാക്ട്സ് മോഡൽസ് ഡിസ്ക്രൈബിങ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ ക്ലാസ്സസ്. ഡേറ്റയിൽ നിന്നും മോഡൽ എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് ക്ലാസ്സസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതിനാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ട് മേജർ ക്ലാസ് ഓഫ് ഡേറ്റ അനാലിസിസ് ഉണ്ട് ക്ലാസിഫിക്കേഷനിൽ. ഒന്ന് ക്ലാസിഫിക്കേഷൻ ടു ബിൽഡ് എ ക്ലാസിഫയർ, ക്ലാസ്സസിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഈ ക്ലാസിഫയേഴ്സിനെ തന്നെ പ്രെഡിക്ഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട്, പുതിയ ഡേറ്റ വന്നു കഴിഞ്ഞാൽ ആ പഴയ ഡേറ്റ വെച്ചിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ ക്ലാസിഫിക്കേഷൻ ആൻഡ് പ്രെഡിക്ഷൻ ആർ ദ ടു ക്ലാസ്സസ് ഇൻ ക്ലാസിഫിക്കേഷൻ ഡേറ്റ മൈനിങ്. ക്ലാസിഫിക്കേഷൻ മോഡലിൻ്റെ ഒരു എക്സാമ്പിളാണ് ലോൺ ആപ്ലിക്കേഷൻസ്. Supposing the bank wants to predict whether a loan application is safe or risky. അപ്പോൾ പല കസ്റ്റമേഴ്സിനെ അവർക്ക് നേരത്തെ അറിയാം, അവരുടെ ഡേറ്റയും അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ കസ്റ്റമേഴ്സിൻ്റെ ഒക്കെ പ്രൊഫൈൽ വെച്ചിട്ട് സേഫ് ഏതാണ് റിസ്കി ഏതാണെന്ന് അവർക്ക് ഓൾറെഡി ഉണ്ടാവും, എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിൻ്റെ. അത് വെച്ചിട്ട് ഒരു ക്ലാസിഫിക്കേഷൻ മോഡൽ ക്രിയേറ്റ് ചെയ്തിട്ട് പുതിയൊരു ആപ്ലിക്കേഷൻ വരുമ്പം ഈ മോഡലിലേക്ക് എൻ്റർ ചെയ്തിട്ട് ആ പർട്ടിക്കുലർ പുതിയ ലോൺ ആപ്ലിക്കേഷൻ സേഫ് ആണോ റിസ്കി ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ബാങ്ക് ക്യാൻ ഡിസൈഡ് ലോൺ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യണമെന്നോ റിജക്റ്റ് ചെയ്യണമെന്നോ തീരുമാനിക്കാനായിട്ട് പറ്റും. സോ ദിസ് ഇസ് വൺ എക്സാമ്പിൾ. ഇതുപോലെ ഒത്തിരിയും ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ചില ആപ്ലിക്കേഷൻസ് ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഫ്രോഡ് ഡിറ്റക്ഷൻ, നേരത്തെ നടന്നിരിക്കുന്ന ഫ്രോഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് വെച്ചിട്ട് ഒരു പർട്ടിക്കുലർ ഇവൻറ്റ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫ്രോഡാണോ അല്ലയോ എന്ന് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റും വിത്ത് ദി സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ്. ടാർഗറ്റ് മാർക്കറ്റിംഗ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് എന്ത് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ പറ്റും വിത്ത് ക്ലാസിഫിക്കേഷൻ. അതുപോലെ പെർഫോമൻസ് പ്രെഡിക്ഷൻ, നേരത്തെ നടന്നിരിക്കുന്ന പെർഫോമൻസസ് വെച്ചിട്ട് പുതിയൊരു കാര്യത്തിൻ്റെ പെർഫോമൻസ് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. മാനുഫാക്ചറിങ്ങിൽ ഉപയോഗിക്കാൻ പറ്റും, മെഡിക്കൽ ഡയഗ്നോസിസിന് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ ലോട്ട്സ് ഓഫ് തിങ്സ്. ദീസ് ആർ നോട്ട് ദി ഓൺലി ആപ്ലിക്കേഷൻ ഏരിയാസ്, ദർ ആർ ലോട്ട്സ് ഓഫ് അതർ ആപ്ലിക്കേഷൻ ഏരിയാസ് ഓൾസോ. നൗ ക്ലാസിഫയേഴ്സ് ആൻഡ് ക്ലാസ് ലേബിൾസ്. ക്ലാസിഫയേഴ്സ്, ഇപ്പോൾ ലോൺ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ക്ലാസ്സസ് ഉണ്ടാവും, സേഫും റിസ്കിയും. മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി യെസ് ഓർ നോ, ആ പർട്ടിക്കുലർ സ്ട്രാറ്റജി വേണോ വേണ്ടിയോ. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണെന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എ ആണോ നടത്തേണ്ടത്, ബി ആണോ നടത്തേണ്ടത്, സി ആണോ നടത്തേണ്ടത് എന്നുള്ളത് നമുക്ക് ക്ലാസിഫിക്കേഷനിലേക്ക് കൊടുക്കാനായിട്ട് പറ്റും. നോ പ്രെഡിക്റ്റേഴ്സ് ആൻഡ് ക്ലാസിഫയേഴ്സിന് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമലി ഈ വാല്യൂസ് എന്ന് പറയുന്നത് കാറ്റഗോറിക്കൽ ഡേറ്റ ആയിരിക്കാം. പക്ഷേ പ്രെഡിക്റ്റേഴ്സിൽ നോർമലി ദി ഔട്ട്പുട്ട് ഈസ് എ വാല്യൂ. സോ വി ഹാവ് ഗോട്ട് എ കണ്ടിന്യൂസ് വാല്യൂഡ് ഫങ്ഷൻ ഓർ ഓർഡേർഡ് വാല്യൂ. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ക്ലാസിഫയേഴ്സ് ആൻഡ് പ്രെഡിക്റ്റേഴ്സ്. അതുകൊണ്ട് തന്നെ പ്രെഡിക്ഷനിൽ നോർമലി റിഗ്രഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ്റെ ഒരു ഭാഗമാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പ്രെഡിക്റ്ററിൽ കസ്റ്റമേഴ്സ് സ്പെൻഡിങ് കപ്പാസിറ്റി എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ വാല്യൂസ് ഉണ്ടാവും. ആ വാല്യൂസ് ഒരു ഫംഗ്ഷനിലേക്ക് ഇട്ടിട്ട് നമ്മൾ എന്തോരം സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വാല്യൂ ആണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. സോ ദാറ്റ് ഇസ് റിഗ്രഷൻ ഇസ് ഹാപ്പനിങ് ഓൺ പ്രെഡിക്റ്റേഴ്സ്. ഓക്കെ, നൗ ക്ലാസിഫിക്കേഷൻ ആൻഡ് ന്യൂമറിക് prediction ആർ ദ ടു മേജർ ടൈപ്സ് ഓഫ് prediction പ്രോബ്ലംസ്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ആണ് പ്രഡിക്ഷൻ ക്ലാസിഫിക്കേഷനിലൂടെ നമ്മൾ ശരിക്കും ഉദ്ദേശിക്കുന്നത്. അതിൽ ക്ലാസിഫിക്കേഷൻ ഈസ് നോർമലി ബേസ്ഡ് ഓൺ കാറ്റഗോറിക്കൽ ഡേറ്റ, പ്രഡിക്ഷൻ ഈസ് നോർമലി ബേസ്ഡ് ഓൺ ന്യൂമറിക് ഡേറ്റ. ദിസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു. ക്ലാസിഫിക്കേഷൻ ഈസ് എ two-step പ്രോസസ്. മെഷീൻ ലേണിംഗ് പഠിച്ചിട്ടുള്ളവർക്ക് ഓൾറെഡി ഇത് അറിയാവുന്നതാണ്. ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ മെൻഷൻ ചെയ്തിട്ടുമാണ് ഉള്ളതുമാണ്. ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ നോർമലി ഡേറ്റ മൈനിങ് എല്ലാം തന്നെ നമുക്ക് രണ്ട് ഫേസ് ആണുള്ളത്. ആദ്യം ട്രെയിനിങ് ഫേസ്, രണ്ടാമത് ടെസ്റ്റിംഗ് ഫേസ്.
ട്രെയിനിങ് ഫേസിൽ നമ്മൾ ക്ലാസിഫയറിനെ ബിൽഡ് ചെയ്യുക ചെയ്യുന്നത്. സോ ക്ലാസിഫിക്കേഷൻ മോഡൽ ഇസ് കൺസ്ട്രക്റ്റഡ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. ഈ മോഡലാണ് റൂൾസിനെ എല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നൗ ദ റൂൾസ്, you can either have classification rules, or we can make a decision tree, or we can have a mathematical formula. Mathematical formula ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ then it is normally called regression or prediction. ഇനി അത് നടന്നു കഴിയുമ്പോൾ നമ്മൾ മോഡൽ ബിൽഡ് ചെയ്തു, ഉണ്ടായിരുന്ന ഡേറ്റയെ ബേസ് ചെയ്തിട്ട് മോഡൽ ബിൽഡ് ചെയ്തു. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. വൺസ് ദ മോഡൽ ഹാസ് ബീൻ ബിൽറ്റ്, നമ്മൾ ആ മോഡൽ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അതിനെയാണ് രണ്ടാമത്തെ പ്രോസസ്സ് ടെസ്റ്റിംഗ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ മോഡൽ ഉപയോഗിച്ച്, ആദ്യത്തെ ഫേസിൽ ബിൽഡ് ചെയ്ത മോഡൽ ഉപയോഗിച്ചിട്ട് നമ്മൾ ക്ലാസ് ലേബിൾസ് പ്രെഡിക്റ്റ് ചെയ്യും. ഇത് ചെയ്യുമ്പം ട്രെയിനിങ്ങിന് ഉപയോഗിച്ച ഡേറ്റ അല്ല, ട്രെയിനിങ്ങിന് ഉപയോഗിക്കാത്ത ഡേറ്റ വെച്ചിട്ട് വേണം നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ദെൻ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എന്തോരം ആക്യുറേറ്റ് ആണ് ഈ മോഡലിന്. വൺസ് ദി ആക്യുറസി ഇസ് ഫിക്സ്ഡ്, നല്ലതാണ്, നമുക്ക് ആവശ്യമായ ആക്യുറസി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പർട്ടിക്കുലർ മോഡലിനെ പുതിയ ഡേറ്റ ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ടെസ്റ്റ് ഡേറ്റ എങ്ങനെയാണോ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതേ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ഓവർ ഫിറ്റിംഗ് ഓഫ് ഡേറ്റ നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. വാട്ട് ഈസ് ഓവർ ഫിറ്റിംഗ് ഓഫ് ഡേറ്റ? ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ മാത്രം ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ക്ലാസ്സിൻ്റെ മാർക്കാണ് എൻട്രി ആയിട്ട് കൊടുത്തത്. നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ഏത് മാർക്ക് കൊടുത്താലും എൻ്റെ മോഡൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യും. അടുത്ത വർഷം വരുന്ന സ്റ്റുഡൻസിൻ്റെ മാർക്ക് ഞാൻ എൻട്രി ചെയ്യുമ്പോൾ ഒന്നും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം it is the problem of overfit. Our model is built only to represent the dynamics of your class. അതിനെയാണ് ഓവർഫിറ്റിംഗ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത്. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രെയിനിങ് ഡേറ്റ സെറ്റും ടെസ്റ്റിംഗ് ഡേറ്റ സെറ്റും കറക്റ്റായിട്ട് നമ്മൾ പാർട്ടീഷൻ ചെയ്യണം. വിൽ ബി ലേണിംഗ് മോർ അബൌട്ട് ഓവർഫിറ്റിംഗ് ഓഫ് ഡേറ്റ ആൻഡ് ഓൾ ഇൻ ദ നെക്സ്റ്റ് സെഷൻസ്. സോ വി വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. സോ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ക്ലാസിഫിക്കേഷൻ രണ്ട് സ്റ്റെപ്പായിട്ടാണ് നടത്തുന്നത്. ആദ്യത്തെ സ്റ്റെപ്പാണ് ട്രെയിനിങ് ഫേസ്. ഈ ട്രെയിനിങ് ഫേസിൽ മോഡലിനെ ബിൽഡ് ചെയ്യുന്നു. അടുത്ത ഫേസ് ടെസ്റ്റിംഗ് ഫേസാണ്. ഈ ഫേസിൽ ബിൽഡ് ചെയ്ത മോഡൽ ആക്യുറേറ്റ് ആണോ അല്ലയോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഇത് ആക്യുറേറ്റ് അല്ലെങ്കിൽ ദെൻ എഗെയിൻ നമ്മൾ അടുത്ത സ്റ്റെപ്പ്, ഈ രണ്ട് സ്റ്റെപ്പ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഐട്രേറ്റീവ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും ടിൽ വി ഹാവ് ആൻ ആക്സെപ്റ്റബിൾ ആക്യുറസി. വൺസ് അവർ model is accurate, then we can use the model to classify new data. Now this is an example of how the classification process is done. ഇതാണ് ഒരു ട്രെയിനിങ് ഡേറ്റ സെറ്റ് ആണ് നമുക്കിവിടെ ഉള്ളത്. ഓക്കെ, ഇതൊരു ബാങ്ക് ലോൺ ക്ലാസിഫയർ ആണ്. സോ ദ ക്ലാസ് ഇസ് റിസ്കി ഓർ സേഫ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, റിസ്കി ഓർ സേഫ്. ഇവിടെ കുറേ ഡേറ്റ ഉണ്ട്. ഈ ഡേറ്റ വെച്ചിട്ട് ദർ ഇസ് നെയിം, ഏജ്, ഇൻകം. ഓക്കെ, അപ്പം ഈ ആട്രിബ്യൂട്ട്സ് വെച്ചിട്ട് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യും. ഒരു ക്ലാസിഫിക്കേഷൻ അൽഗോരിതം യൂസ് ചെയ്ത് ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യും. ആ മോഡലിൽ നിന്നും കുറേ റൂൾസും ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഇപ്പോൾ കാണുന്ന റൂൾസ്, ഇഫ് ഏജ് ഈസ് ഈക്വൽ ടു യൂത്ത് ദെൻ ലോൺ ഡിസിഷൻ ഇസ് റിസ്കി. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഡേറ്റ ഈ യൂത്ത് രണ്ടും യൂത്താണ്, ആദ്യത്തെ രണ്ടും യൂത്താണ്, രണ്ടും റിസ്കിയാണ്. അതുകൊണ്ടാണ് ദിസ് model has got the rule, if age is equal to youth then loan decision is equal to risky. Now if income is equal to high then loan decision is safe. കാരണം ഇവിടെ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇൻകം ഈ കേസിലും ഹൈ ആണ്, അവിടെ ലോൺ ഡിസിഷൻ സേഫാണ്. ഈ കേസിലും ഹൈ ആണ്, അവിടെ ലോൺ ഡിസിഷൻ സേഫാണ്. അപ്പോൾ ഇവിടെ ഈ കേസിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഹൈ ആണെന്നുണ്ടെങ്കിൽ സേഫാണ് ഡിസിഷൻ. സോ ദാറ്റ്സ് ദ നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ റൂൾ. ഇനി if age is equal to middle aged and income is equal to low. അപ്പോൾ മിഡിൽ ഏജ്ഡിന് നമുക്ക് 3 ഡേറ്റ ഉണ്ട്. അവിടെ മിഡിൽ ഏജ്ഡും ഇൻകം ഹൈയും ആണെങ്കിൽ സേഫാണ്, എന്നാൽ മിഡിൽ ഏജ്ഡും ഇൻകം ലോ ആണെങ്കിൽ റിസ്കിയാണ്. അതുകൊണ്ടാണ് ഇവിടെ അടുത്ത റൂൾ വന്നിരിക്കുന്നത്, ഇഫ് ഏജ് ഇസ് ഈക്വൽ ടു മിഡിൽ ഏജ്ഡ് ആൻഡ് ഇൻകം ഇസ് ലോ ദെൻ ലോൺ ഡിസിഷൻ ഇസ് റിസ്കി. ഓക്കെ, വേറാസ് സീനിയർ ആണ് ആൻഡ് ഇൻകം ലോ ആണെങ്കിലും ലോൺ ഡിസിഷൻ സേഫാണ്. അതുകൊണ്ട് ഇൻകത്തെ മാത്രം ബേസ് ചെയ്ത് ലോ ആയതുകൊണ്ട് റിസ്കി ആണെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ഇങ്ങനെ 1 by 1 ഈ കിട്ടിയിരിക്കുന്ന ട്രെയിനിങ് ഡേറ്റയിൽ നിന്നും പറ്റുന്ന എല്ലാ റൂൾസും എക്സ്ട്രാക്ട് ചെയ്ത് ബിൽഡ് ചെയ്യുന്നതിനാണ് ക്ലാസിഫിക്കേഷൻ മോഡൽ എന്ന് പറയുന്നത്.
ഓക്കെ, വൺസ് ദിസ് ഇസ് ഡൺ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. നമുക്ക് ഉണ്ടായിരുന്ന ക്ലാസിഫിക്കേഷൻ റൂൾസെ ബേസ് ചെയ്തിട്ട് പഴയ ഡേറ്റ, ട്രെയിനിങ് ഡേറ്റ വെച്ചിട്ടല്ല, വേറൊരു സെറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഡേറ്റ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ലാസിഫിക്കേഷൻ റൂൾസ് കറക്റ്റായിട്ട് വരുമോ എന്ന് നമ്മൾ ഡോണ്ട് കം ഹിയർ, കറക്റ്റായിട്ട് വരുമോ, ഇത്രയും കാര്യങ്ങൾ ആദ്യം ചെയ്യുന്നു. ഇത് രണ്ടും ചെയ്തിട്ട് ആക്യുറസി ചെക്ക് ചെയ്യും. ദാറ്റ് മീൻസ് ഈ സേഫ് ആൻഡ് റിസ്കി ആക്ച്വലി ഉണ്ടായിരുന്ന വാല്യൂവും ഈ ക്ലാസിഫിക്കേഷൻ റൂൾസ് പ്രെഡിക്റ്റ് ചെയ്യുന്ന വാല്യൂവും സെയിം ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. അത് വെച്ചിട്ട് ആക്യുറസി ചെക്ക് ചെയ്യും. വൺസ് ദി ആക്യുറസി ഇസ് ചെക്ക്ഡ് ആൻഡ് നമുക്ക് ആവശ്യമായ ആക്യുറസി കിട്ടിക്കഴിയുമ്പോൾ പിന്നെ പുതിയ ഡേറ്റ ഇട്ട് കഴിഞ്ഞിട്ട് ഈ സെയിം ക്ലാസിഫിക്കേഷൻ റൂൾസ് വെച്ചിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും റൂള് ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ റിസ്കി ആണോ സേഫ് ആണോ. അപ്പോൾ ഈ കേസിൽ ജോൺ ഹെൻറി ആണുള്ളത്, മിഡിൽ ഏജ്ഡ് ആൻഡ് ലോ ഇൻകം. നമ്മൾ നേരത്തെ കണ്ടായിരുന്നു റൂളിൻ്റെ അകത്ത് മിഡിൽ ഏജ്ഡും ലോ ഇൻകമോ ആണെങ്കിൽ ഡിസിഷൻ റിസ്കിയാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് റിസ്കി ആയിട്ട് അവർ പ്രെഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. ദിസ് ഇസ് ഹൗ എ ക്ലാസിഫിക്കേഷൻ മോഡൽ ഓർ എ ക്ലാസിഫയർ ഇസ് ബിൽറ്റ് ആൻഡ് ഡിപ്ലോയ്ഡ്. ഇനി ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ഡിസിഷൻ ട്രീസ്. ഓക്കെ, നൗ വി ഹാവ് ഗോട്ട് an example over here which is showing the decision is whether a customer will buy a computer or not. A customer will buy a computer or not. അപ്പോൾ ഈ ഡിസിഷൻ ട്രീ കാണിക്കുന്നത് കസ്റ്റമറിൻ്റെ ഏജ് ആദ്യം ചെക്ക് ചെയ്യും. യൂത്ത് ആണെന്നുണ്ടെങ്കിൽ ദെൻ അയാൾ സ്റ്റുഡൻ്റ് ആണോ അല്ലയോ എന്നും കൂടെ ചെക്ക് ചെയ്യണം. സ്റ്റുഡൻ്റ് ആണെങ്കിൽ ദെൻ ഹി ഈസ് മോർ ലൈക്ലി ടു ബൈ എ കമ്പ്യൂട്ടർ. എന്നാൽ സ്റ്റുഡൻ്റ് അല്ലെങ്കിൽ ഹി ഈസ് നോട്ട് ലൈക്ലി ടു ബൈ എ കമ്പ്യൂട്ടർ. എന്നാൽ ഒരു കസ്റ്റമർ മിഡിൽ ഏജ്ഡ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെക്ക് ചെയ്യേണ്ട, മോസ്റ്റ് പ്രോബബ്ലി ഹി ഈസ് ഗോയിങ് ടു ബൈ ദ കമ്പ്യൂട്ടർ. ഇനി സീനിയർ ആണ് കസ്റ്റമർ എങ്കിൽ അയാളുടെ ക്രെഡിറ്റ് റേറ്റിംഗ് ആണ് ചെക്ക് ചെയ്യേണ്ടത്. ഇഫ് ഹി ഹാസ് ഗോട്ട് ഫെയർ ക്രെഡിറ്റ് റേറ്റിംഗ്, ഇല്ല കുഴപ്പമില്ലാത്ത ക്രെഡിറ്റ് റേറ്റിംഗ് ആണുള്ളതെങ്കിൽ പ്രോബബ്ലി he will buy the computer. എന്നാൽ എക്സലൻറ്റ് ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ളവർ സീനിയേഴ്സ് കമ്പ്യൂട്ടർ മേടിക്കാനായിട്ട് വലിയ ചാൻസ് കാണുന്നില്ല. ശരിക്കും ലോജിക്കലി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് വരേണ്ടത്. അപ്പോൾ ഈ ഡേറ്റ, ഈ ഡിസിഷൻ ട്രീ ബിൽഡ് ചെയ്തിരിക്കുന്നത് എന്തെങ്കിലും ഒരു ട്രെയിനിങ് ഡേറ്റയിലായിരിക്കണം. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള ട്രീ വന്നിരിക്കുന്നത്. വി വിൽ ലുക്ക് അറ്റ് ഹൗ ദ ഡിസിഷൻ ട്രീ ഈസ് ബിൽറ്റ് എ ലിറ്റിൽ ലേറ്റർ. ഇനി ഇതിൻ്റെ അകത്ത് വാട്ട് ഈസ് ദ ഡിസിഷൻ ട്രീ എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. യു ക്യാൻ സീ ദറ്റ് ഇൻറ്റേർണൽ നോഡ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഇസ് ഏജ് ക്വസ്റ്റ്യൻ മാർക്ക്, സ്റ്റുഡൻറ്റ് ക്വസ്റ്റ്യൻ മാർക്ക്, ക്രെഡിറ്റ് റേറ്റിംഗ് ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് വെച്ചാൽ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യേണ്ട ആട്രിബ്യൂട്ട്സിൻ്റെ വാല്യൂസ് ആണ് ഇൻറ്റേർണൽ നോഡ്സിലുള്ളത്. എന്നാൽ ലീഫ് നോഡ്സ് നോക്കിക്കേ, നോ, യെസ്, യെസ്, നോ, നോ. ഈ ലീഫ് നോഡ്സ് എല്ലാം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിസിഷൻ അല്ലെങ്കിൽ ഔട്ട്കത്തിനെ, എന്താണോ നമ്മുടെ ക്ലാസ് അതിനെയാണ് ഇവിടെ ലീഫ് നോട്ട്സ് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. Now look at the branches. Branches are designating the outcome of this test. ഏജ് ടെസ്റ്റ് ചെയ്യുമ്പം 3 ഔട്ട്കമാണ് ഉള്ളത്. ഒന്നുകിൽ യൂത്ത് ആണ്, അല്ലെങ്കിൽ മിഡിൽ ഏജ്ഡ് ആണ്, അല്ലെങ്കിൽ സീനിയർ ആണ്. ആ ടെസ്റ്റ് ഔട്ട്കത്തിനെയാണ് ബ്രാഞ്ച് ഡെസിഗ്നേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ലുക്ക് അറ്റ് ഹൗ ദിസ് ട്രീ വാസ് ബിൽറ്റ്. Supposing this is our training data. Okay, supposing this is our training data. Now, algorithm അനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുവാണ് ഈ പർട്ടിക്കുലർ ഡിസിഷൻ ട്രീ എങ്കിൽ ജനറൽ അൽഗോറിതം ഈ രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്രിയേറ്റ് എ നോഡ് n. If the tuples in D are all of the same class, എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ എക്സാമ്പിൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഇതാണല്ലോ ക്ലാസ്, ഇതാണ് നമ്മുടെ ഡി എന്ന് പറയുന്ന പാർട്ടീഷൻ. ഓക്കെ, സോ പാർട്ട് ഓഫ് ദ ഡേറ്റാ ബേസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്, അതിനെയാണ് പാർട്ടീഷൻ എന്ന് പറയുന്നത്. സോ ഈ പാർട്ടിൽ നോക്കുവാണെങ്കിൽ ഒരു ക്ലാസ് മാത്രമാണോ ഈ കാണുന്നത്? അല്ല, 2 ക്ലാസ് ഉണ്ട്. അപ്പം നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ്. ഒരു ക്ലാസ് മാത്രമല്ല ഉള്ളത് നമ്മുടെ ഡിയിൽ. ഇഫ് ടപ്പിൾസ് ഇൻ ഡി ആർ ഓൾ ഓഫ് ദ സെയിം ക്ലാസ് ദെൻ റിട്ടേൺ n ആസ് എ ലീഫ് നോഡ് എന്നാണ് പറയുന്നത്. എന്താണോ ക്ലാസ് ഉണ്ടായിരുന്നത്, എല്ലാം യെസ് ആയിരുന്നെങ്കിൽ ലീഫ് നോഡിൽ യെസ് എന്ന് ഇട്ടിട്ട് അങ്ങ് റിട്ടേൺ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ എല്ലാം യെസ് അല്ല. അതുകൊണ്ട് അടുത്ത ടെസ്റ്റ് നമ്മൾ ചെയ്യുക. ഇഫ് ആട്രിബ്യൂട്ട് ലിസ്റ്റ് ഇസ് എംറ്റി, ആട്രിബ്യൂട്ട് ലിസ്റ്റ് എംറ്റി അല്ല, നമുക്ക് കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്. അതുകൊണ്ട് അതും
നമ്മൾ റിട്ടേൺ ചെയ്യുന്നില്ല. റിട്ടേൺ n ആസ് ലീഫ് നോട്ട് ലേബിൾഡ് വിത്ത് മെജോറിറ്റി ക്ലാസ്. എന്നുവെച്ചാൽ ആട്രിബ്യൂട്ട് ലിസ്റ്റ് ഇനി നമുക്കില്ലെങ്കിൽ ആ ക്ലാസ്സുകളിൽ എത്ര ക്ലാസ് ഉണ്ടെന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് ഏറ്റവും കൂടുതൽ ക്ലാസ് ഏതാണോ അതിനെ അങ്ങ് കൊടുക്കുക. ആക്യുറസി കുറവായിരിക്കും, പക്ഷേ അതേ ചെയ്യാൻ പറ്റത്തുള്ളൂ. മെജോറിറ്റി വോട്ടിംഗ് നമ്മളങ്ങ് ചെയ്യും. ഇനി ഈ 2 കേസും അല്ലാത്ത കേസാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ ചെയ്യേണ്ടത് അപ്ലൈ ആട്രിബ്യൂട്ട് സെലക്ഷൻ മെത്തേഡ് d, ആട്രിബ്യൂട്ട് ലിസ്റ്റും ഇൻപുട്ട് ചെയ്യുക. എന്നിട്ട് ഫൈൻഡ് ദ ബെസ്റ്റ് സ്പ്ലിറ്റിംഗ് ക്രൈറ്റീരിയ. ഇവിടെ ഇപ്പം ടു ഫൈൻഡ് ദ ബെസ്റ്റ് സ്പ്ലിറ്റിംഗ് ക്രൈറ്റീരിയ ഒത്തിരി ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നതായിരിക്കും. ലെറ്റ്സ് അസ്യൂം ദാറ്റ് ഈ കേസിൽ നമ്മൾ നോക്കുകയാണ്, നമ്മൾ ആദ്യത്തെ ആട്രിബ്യൂട്ടിനെ അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ ഈ കേസിൽ വി ഡു നോട്ട് ഹാവ് എനി റെസ്ട്രിക്ഷൻ ദാറ്റ് ബൈനറി ട്രീ ആയിരിക്കണം. അതുകൊണ്ട് ഈ ഫസ്റ്റ് ആട്രിബ്യൂട്ട് എടുത്തു. ഫസ്റ്റ് ആട്രിബ്യൂട്ട്സ് നമ്മൾ എന്നിലേക്ക് ഇട്ടു. എന്നിട്ട് ഈ ആട്രിബ്യൂട്ട്സിലും ഏതാ ഡിഫറെൻറ്റ് വാല്യൂസ് എന്ന് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ അകത്ത് യൂത്ത് ഉണ്ട്, മിഡിൽ ഏജ്ഡ് ഉണ്ട്, സീനിയർ ഉണ്ട്. അതുകൊണ്ട് അവർ ഫസ്റ്റ് പാർട്ടീഷനിങ് ഈസ് ഗോയിങ് ടു ബി ഡൺ ബൈ ഏജ് വിത്ത് 3 branches: youth, middle aged and senior. Okay, so now look at what is going to be done next. ഇനി ഇങ്ങനെ ഞാൻ അപ്പോൾ ഫസ്റ്റ് ഡിസിഷൻ ഇതിനെ ശരിക്കും ഡിസൈഡ് ചെയ്യാനായിട്ട് നമുക്ക് പർട്ടിക്കുലർ വാല്യൂസ് ഉണ്ട്, അത് നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഇവിടെ ലെറ്റ്സ് അസ്യൂം ദാറ്റ് നമ്മൾ ഏജിനെയാണ് ആദ്യം എടുക്കുന്നത്. എന്നിട്ട് ഞാൻ അതിനെ യൂത്തും മിഡിൽ ഏജ്ഡും സീനിയറായിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, യൂത്തിൻ്റെ മാത്രം ഞാൻ പാർട്ടീഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എനിക്കുള്ളത്. ഓക്കെ, ഇതാണ് എനിക്കുള്ളത്. ഓക്കെ, സോ യൂത്തിനെ മാത്രം ബേസ് ചെയ്ത് എനിക്ക് എല്ലാം സെയിം ക്ലാസ് അല്ല, എനിക്ക് നോയും ഉണ്ട് യെസ്സും ഉണ്ട്. അതുകൊണ്ട് അതവിടെ കിടക്കട്ടെ. ദാറ്റ് മീൻസ് ദാറ്റ് ഐ ഹാവ് ടു എഗെയിൻ സ്പ്ലിറ്റ് ദിസ് പർട്ടിക്കുലർ പാർട്ടീഷൻ. അതുകൊണ്ട് അതവിടെ കിടക്കട്ടെ. അടുത്തത് ഞാൻ മിഡിൽ ഏജ്ഡിനെ എടുത്തു. ഓക്കെ, മിഡിൽ ഏജ്ഡിനെ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലുക്ക് അറ്റ് യുവർ ടേബിൾ. മിഡിൽ ഏജ്ഡ് ടേബിൾ ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ സി മിഡിൽ ഏജ്ഡിൽ എനിക്ക് 3 ഉണ്ട്, മിഡിൽ ഏജ്ഡിൽ എനിക്ക് 7 ഉണ്ട്, മിഡിൽ ഏജ്ഡിൽ എനിക്ക് 12ഉം 13ഉം ഉണ്ട്. ഓക്കെ, മിഡിൽ ഏജ്ഡിൻ്റെ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ ഇതും യെസ് ആണ്, 7 ഇസ് ഓൾസോ യെസ്, 12 ഇസ് ഓൾസോ യെസ് ആൻഡ് 13 ഇസ് ഓൾസോ യെസ്. അപ്പോൾ പ്രത്യേകിച്ച് വേറെ ചെക്കിങ് ഒന്നും ചെയ്യണ്ട. അത് ചെയ്യാതെ തന്നെ മിഡിൽ ഏജ്ഡ് എല്ലാവരും has become 1 class yes. So there is no checking done. The tree middle aged aanengil directly the output is going to be yes. This is the case where now only 1 class is remaining in my partitioning. Since only 1 class is remaining, നമ്മുടെ algorithm എന്തോ പറയുന്നത്? algorithm പറഞ്ഞിരിക്കുന്നത് if the tuple in D are all of the same class, then വീണ്ടും പാർട്ടീഷൻ ചെയ്യണ്ട. ഏത് ക്ലാസ് ആണോ ഉള്ളത് അതിനെയാണ് ലീഫ് നോഡായിട്ട് റിട്ടേൺ ചെയ്യേണ്ടത്. സോ ഇൻ ദ കേസ് ഓഫ് മിഡിൽ ഏജ്ഡ് വി ഹാവ് ഗോട്ട് ഡയറക്ട്ലി ലീഫ് നോഡ് യെസ്. ഇനി നമുക്ക് സ്റ്റുഡൻറ്റ് നോക്കാം. ഓക്കെ, സോ കം ടു നമ്മൾ യൂത്തിൻ്റെ ഡേറ്റ സ്റ്റുഡൻറ്റിൻ്റെ വാല്യൂസ് മാത്രമായിട്ട് നമ്മൾ എടുത്തു. സ്റ്റുഡൻറ്റിൻ്റെ വാല്യൂസ് മാത്രമായിട്ട് നമുക്ക് എടുക്കുമ്പോൾ ടേബിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സി 1, 2, 8, 9 ആൻഡ് 11 ആർ സ്റ്റുഡൻസ്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ അകത്ത് വി ഹാവ് ഗോട്ട് ബോത്ത് യെസ് ആൻഡ് നോ. ഓക്കെ, സോ ഞാൻ ഇതിനെ ഈ രീതിയിൽ പാർട്ടീഷൻ ചെയ്താൽ എനിക്കിതെല്ലാം നോയും കിട്ടും, ഇതെല്ലാം യെസ്സും കിട്ടും. നൗ ഐ എം ഗോയിങ് ടു ചെക്ക് ഏതേലും ആട്രിബ്യൂട്ട് ഉണ്ടോ വിച്ച് ഇസ് ദ ബെസ്റ്റ് ആട്രിബ്യൂട്ട് ദാറ്റ് വിൽ ഗിവ് മീ ഓൾ യെസ്സസ് ആൻഡ് ഓൾ നോസ് ടുഗെദർ ഇൻ എ പാർട്ടീഷനിങ്. അപ്പോൾ ആദ്യം ഞാൻ ഇൻകം നോക്കി. ഇൻകം നോക്കുമ്പം നടക്കത്തില്ല. ഹൈ ഇൻകമും ഉണ്ട്, മീഡിയം ഇൻകമും ഉണ്ട്. ഇവിടെ ലോ ഇൻകമും ഉണ്ട്, മീഡിയം ഇൻകമും ഉണ്ട്. അപ്പോൾ അവിടെ കിടക്കട്ടെ. വി ആർ നോട്ട് ഗോയിങ് ടു ഡു വിത്ത് ഇൻകം റൈറ്റ് നോ. അത് നമ്മൾ റൂൾ ഔട്ട് ചെയ്തു. ഇനി സ്റ്റുഡൻറ്റ് എടുക്കുക. സ്റ്റുഡൻറ്റ് നോ ആണെങ്കിൽ എല്ലാ ക്ലാസ്സും നോ ആണ്. സ്റ്റുഡൻറ്റ് യെസ് ആണെങ്കിൽ എല്ലാ ക്ലാസ്സും യെസ് ആണ്. ദാറ്റ് ഇസ് വൈ ദിസ് ഇസ് ദ ബെസ്റ്റ് ആട്രിബ്യൂട്ട് നെക്സ്റ്റ് ടു ഡു ദ പാർട്ടീഷനിങ്. സോ ഈ കേസിൽ ഇവിടെ അടുത്ത ആട്രിബ്യൂട്ട് ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റുഡൻറ്റ് എന്നുള്ള ആട്രിബ്യൂട്ട് ഞാൻ ചെക്ക് ചെയ്യും. സ്റ്റുഡൻറ്റിൻ്റെ വാല്യൂ നോ ആണെങ്കിൽ ഔട്ട്പുട്ട് നോ ആണ്, എന്നാൽ വാല്യൂ യെസ് ആണെങ്കിൽ ഔട്ട്പുട്ടും യെസ് ആണ്. സോ ദാറ്റ് കാറ്റഗറി ഈസ് ഡൺ. ഓക്കെ, എഗെയിൻ സീനിയർ ഇനി ബാക്കി കിടക്കുന്നു. ഇനി ആ ടേബിളിൽ നിന്നും സീനിയറിൻ്റെ പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യുക.
ഈ യൂത്ത് പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്തതുപോലെ തന്നെ D2 സീനിയർ പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് സീനിയർ പാർട്ടീഷൻ്റെ അകത്ത് ചെക്ക് ചെയ്യണം ഏത് ആട്രിബ്യൂട്ടാണ് നോയിനെയും യെസ്സിനെയും ഈ നോയിനെയും യെസ്സിനെയും പാർട്ടീഷൻ ചെയ്യുന്നത്. നൗ ജസ്റ്റ് ലെറ്റ്സ് ലുക്ക് അറ്റ് ദ ടേബിൾ. ഇഫ് യു ലുക്ക് അറ്റ് ദ ടേബിൾ, സീനിയർ ഈ 3 എണ്ണം ഉണ്ട്. ഈ 3 എണ്ണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ we have got 2 yeses and no. Both the 2 yeses are for fair credit rating and for excellent it is no. ഇനി താഴെ ഇവിടെ ഒരു സീനിയർ ഉണ്ട്, ഇവിടെയും ഫെയർ ക്രെഡിറ്റ് റേറ്റിംഗിന് യെസ് ആണ്, സീനിയർ എക്സലൻറ്റ് ക്രെഡിറ്റ് റേറ്റിംഗിന് നോ ആണ്. സോ ഇഫ് യു ക്രിയേറ്റ് ദ ടേബിൾ യു വിൽ സീ ദാറ്റ് നോ എല്ലാം കിടക്കുന്നത് എക്സലൻറ്റിനുമാണ്, ഫെയർ കിടക്കുന്നിടത്തെല്ലാം ഔട്ട്പുട്ട് യെസ്സും ആണ്. അതുകൊണ്ട് നമ്മുടെ ടേബിൾ വിൽ ബി ഇഫ് ഇറ്റ് ഇസ് എക്സലൻറ്റ് then no, if it is fair then yes. So അടുത്ത ബെസ്റ്റ് പാർട്ടീഷനിങ് ഇസ് ക്രെഡിറ്റ് റേറ്റിംഗ് ആണ് അടുത്തത് ചെക്ക് ചെയ്യേണ്ടത്. ബാക്കിയുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് പെട്ടെന്ന് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഇവിടെ ക്രെഡിറ്റ് റേറ്റിംഗ് കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ നോയും യെസ്സും ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സോ യു ക്യാൻ സീ ദി അൽഗോറിതം. ഇവിടെ പറയുന്നു ഫസ്റ്റ് ബെസ്റ്റ് സ്പ്ലിറ്റ് ക്രൈറ്റീരിയ നമ്മൾ കണ്ടുപിടിക്കണം. ഇതിനൊരു പർട്ടിക്കുലർ ദർ ആർ അൽഗോറിതംസ്, വി വിൽ ലുക്ക് അറ്റ് ഇറ്റ് ലേറ്റർ. ലേബിൾ നോഡ് എൻ വിത്ത് ദ സ്പ്ലിറ്റിംഗ് ക്രൈറ്റീരിയ. ഏത് സ്പ്ലിറ്റിംഗ് ക്രൈറ്റീരിയ ആണോ ബെസ്റ്റ് ഈ എന്നിനെ ആ പേര് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇഫ് സ്പ്ലിറ്റിംഗ് ആട്രിബ്യൂട്ട് ഇസ് ഡിസ്ക്രീറ്റ് വാല്യൂ എന്ന് വെച്ചാൽ ന്യൂമറിക് വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രീറ്റ് വാല്യൂസ് എന്ന് വെച്ചാൽ സിംഗിൾ വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ ഓരോ വാല്യൂവിനും നമ്മൾ ഒരു സ്പ്ലിറ്റ് ക്രിയേറ്റ് ചെയ്യാം. മൾട്ടിപ്ലൈ സ്പ്ലിറ്റ് ഇസ് അലൗഡ്. ഏത് വാല്യൂസ് ആണോ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ആ ആട്രിബ്യൂട്ട് split, create the branches for each of those values and then attribute ലിസ്റ്റിൽ നിന്നും ആ പർട്ടിക്കുലർ വാല്യൂവിനെ എടുത്ത് കളയണം. എന്നുവെച്ചാൽ ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്പ്ലിറ്റിൽ ഏജ് കൺസിഡർ ചെയ്യണ്ട, സ്റ്റുഡൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്പ്ലിറ്റിൽ സ്റ്റുഡൻറ്റിനെ കൺസിഡർ ചെയ്യണ്ട. അങ്ങനെ വേണം പോകാനായിട്ട്. ഓക്കെ, ദെൻ ഫോർ ഈച്ച് ഔട്ട്കം ഫസ്റ്റ് നമ്മൾ ഏജ് വെച്ചിട്ട് 3 സ്പ്ലിറ്റ് വന്നായിരുന്നു. യൂത്ത് ആയിരുന്നു ഒരു ഔട്ട്കം, നമുക്ക് മിഡിൽ ഏജ്ഡ് ഒരു ഔട്ട്കം, സീനിയർ ഒരു ഔട്ട്കം. അപ്പോൾ യൂത്തിൻ്റെ ഒരു സ്പ്ലിറ്റ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്ത് വീണ്ടും ലെറ്റ് DJ, that is youth split, be the set of data tuples in D satisfying the outcome I. DJ, if it is empty, then attach a leaf label with majority class. എന്ന് വെച്ചാൽ ടപ്പിൾസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വി വിൽ വാട്ട് ഇസ് ദ മെജോറിറ്റി ക്ലാസ്, നേരത്തെ ഏതായിരുന്നു മെജോറിറ്റി ക്ലാസ് അത് വെച്ചിട്ട് നമ്മളങ്ങ് ലേബിളായിട്ട് കൊടുക്കും. അല്ലെങ്കിൽ വാട്ട് വി ഡു ഇസ് എഗെയിൻ ഈ ഫുൾ അൽഗോറിതത്തിലേക്ക് ഈ സ്പ്ലിറ്റിനെ കൊടുക്കണം. എന്നിട്ട് എഗെയിൻ ഓൾ ദീസ് സ്റ്റെപ്സ് മസ്റ്റ് ബി ഡൺ. അങ്ങനെ വി കീപ് ഡൂയിങ് ടിൽ ഓൾ ദ നോഡ്സ് ആർ ലീഫ് നോഡ്സ് ആൻഡ് ദെൻ വി വിൽ റിട്ടേൺ എൻ. എന്നിൻ്റെ പോയിൻ്റ് റിട്ടേൺ ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ നോഡ്, റൂട്ട് നോഡ് ഓഫ് ദ created decision tree. Okay, so now let's look at the advantages of using decision trees. ഒന്നാമത്തെ അഡ്വാൻറ്റേജ്, ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ഡൊമെയിൻ നോളജ് ഓർ പാരാമീറ്റർ സെറ്റിംഗ്. സോ നമുക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയത്തില്ല എങ്കിൽ പോലും ഡേറ്റ വെച്ചിട്ട് തന്നെ നമുക്കൊരു ക്ലാസിഫയറിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൾട്ടി ഡയമെൻഷണൽ ആയിട്ടുള്ള ഡേറ്റയെ നമുക്ക് മെനി ഡയമെൻഷൻ ഒത്തിരി ആട്രിബ്യൂട്ട്സ് ഉള്ള ഡേറ്റയെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, മൂന്നാമത്തേത് വി ക്യാൻ ട്രീ എന്ന് പറയുന്നത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഹ്യൂമൻ ബീയിങ്സിന് മനസ്സിലാവുന്ന ഒരു ഡേറ്റ സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ഇൻറ്റ്യൂട്ടീവ് ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ബൈ ഹ്യൂമൻസ്. നാലാമത്തെ കാര്യം, there are algorithms for creating decision trees which are simple and fast. അതുകൊണ്ട് ലേണിംഗ് പ്രോസസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ പ്രോസസ് ഇസ് ക്വിക്ക്. ആൻഡ് മറ്റ് അൽഗോറിതങ്ങൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ആക്യുറേറ്റ് ആണ്, വലിയ കുഴപ്പമില്ലാത്ത ആക്യുറസി നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പ്രോബ്ലം ഇസ് ദാറ്റ് എല്ലാ ഡേറ്റയും ഉപയോഗിച്ച് നമുക്ക് ഡിസിഷൻ ട്രീസ് ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ആ കേസിൽ ക്ലാസിഫിക്കേഷൻ ഉപയോഗിക്കാൻ, ദാറ്റ് ഇസ് ഡിസിഷൻ ട്രീ ഉപയോഗിക്കാൻ പറ്റാത്ത കേസുകളിൽ ഓഫ് കോഴ്സ് യു കനോട്ട് ഡു ക്ലാസിഫിക്കേഷൻ യൂസിങ്
ഡിസിഷൻ ട്രീസ്. Now എവിടൊക്കെയാണ് ഡിസിഷൻ ട്രീസ് യൂസ് ചെയ്യുന്നത്? ആപ്ലിക്കേഷൻസ് മെഡിസിനിൽ, മാനുഫാക്ചറിങ് ആൻഡ് പ്രൊഡക്ഷനിൽ, ഫിനാൻഷ്യൽ അനാലിസിസ്, അസ്ട്രോണമി, മോളിക്കുലർ ബയോളജി, ലോട്ട്സ് ഓഫ് എക്സാമ്പിൾസ് ആർ ദർ. യു ക്യാൻ ചൂസ് what you want to learn. So with this we are going to conclude our first session. Now splitting criteria, പാർട്ടീഷനിങ്ങിന് വേണ്ടിയിട്ട് കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിലെ 3 ക്രൈറ്റീരിയ. ഒന്ന് ഡിസ്ക്രീറ്റ് പാർട്ടീഷനിങ്. ഡിസ്ക്രീറ്റ് പാർട്ടീഷനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റഗോറിക്കൽ ഡേറ്റയാണുള്ളത്. കാറ്റഗോറിക്കൽ ഡേറ്റ ആയതുകൊണ്ട് ഓരോ കാറ്റഗറിക്കും ഓരോ ബ്രാഞ്ച്. അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. ഏജിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത് കാറ്റഗോറിക്കൽ ഡേറ്റയിൽ. ഇപ്പം നമ്മൾ ചെയ്ത എല്ലാം കാറ്റഗോറിക്കൽ ഡേറ്റ ആയിരുന്നു. ഇൻകത്തിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തത് ലോ, മീഡിയം, ഹൈ ആയിട്ടാണ് സ്പ്ലിറ്റ് ചെയ്തത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് പാർട്ടീഷനിങ്. രണ്ടാമത്തേത് ഡേറ്റ കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് ഈ കാറ്റഗോറിക്കൽ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആ കേസിൽ നമ്മൾ റേഞ്ച് ആയിരിക്കും സ്പെസിഫൈ ചെയ്യുന്നത്. സോ വി വിൽ സേ ദിസ് വാല്യൂ എ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓർ ഗ്രേറ്റർ ദാൻ എ പർട്ടിക്കുലർ വാല്യൂ. അല്ലെങ്കിൽ വി ക്യാൻ സേ ലെസ്, ഈക്വൽ, ഗ്രേറ്റർ. അങ്ങനെ എന്തെങ്കിലും ഒരു റേഞ്ച് നമ്മൾ സ്പെസിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ദിസ് ഇസ് ഇൻ ദ കേസ് ഇൻകം. ഇപ്പോൾ നമുക്ക് വാല്യൂസ് ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 42,000, ഗ്രേറ്റർ ദാൻ 42,000, ആ രീതിയിൽ നമുക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ട് പറ്റും. ദിസ് ഇസ് ഫോർ കണ്ടിന്യൂസ് ഡേറ്റ. ഇനി ഡിസ്ക്രീറ്റ് ബൈനറി വാല്യൂസ് ആണെങ്കിൽ, ഡിസ്ക്രീറ്റ് ബൈനറി വാല്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് ഓർ നോ 2 വാല്യൂവേ ഉള്ളൂ, ട്രൂ ഓർ ഫോൾസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി വിൽ ചെക്ക് വെദർ എ പർട്ടിക്കുലർ വാല്യൂ entered is in part of a particular set. എന്തെങ്കിലും ഒരു ടെസ്റ്റ് ചെയ്യും. എന്നിട്ട് ആ ടെസ്റ്റിൻ്റെ ഔട്ട്പുട്ട് യെസ് ആണോ നോ ആണോ എന്നുള്ളത് ബേസിസിലാണ് നമ്മൾ ബ്രാഞ്ചിങ് ചെയ്യുന്നത്. ദീസ് ആർ ദ വേസ് ഇൻ വിച്ച് സ്പ്ലിറ്റിംഗ് ക്യാൻ ബി ഡൺ. ഇനി എങ്ങനെ ഈ സ്പ്ലിറ്റിംഗ് ഏത് ആട്രിബ്യൂട്ട് വെച്ച് ചെയ്യണം എന്നുള്ളത് വി ആർ ഗോയിങ് ടു ഡു വിത്ത് ദർ ഇസ് algorithms to decide the best attribute. That we will do in the next session. Thank you.